use ചെയ്യുന്നത്. So we will start with the applications of op-amp. So applications of op-amp nathu ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, we will discuss inverting amplifier, circuit, its analysis, its outputs, input relation, all that. So coming to the inverting amplifier. Inverting amplifier. So the circuit is what? An amplifier. So namukku negative feedback create cheyanam. Circuit is here. Negative feedback means connect circuit resistance so that feedback is created. Amplifier ആണ് negative feedback create ചെയ്തു RF വഴി. ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ മീൻസ് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇൻവെർട്ടിംഗ് ടെർമിനലാണ്. സോ ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നു, സെറ്റ് ചെയ്യുന്നു. Since I am giving input at the inverting terminal, negative polarity ഉള്ളതാണ് ഇൻവെർട്ടിംഗ് ടെർമിനൽ. അവിടെ നമ്മൾ ഇൻപുട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവിൽ വരുന്നിടത്ത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. അവിടെ ഇൻപുട്ട് ഇല്ല. ഔട്ട്പുട്ട് ഇവിടെ എടുക്കുന്നു. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് പവർ സപ്ലൈ വേണം. രണ്ട് പവർ സപ്ലൈ, രണ്ട് പൊളാരിറ്റി വേണം, പ്ലസ് VCC ആൻഡ് മൈനസ് VCC. ഇതാണ് ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്. So can you tell me what is the voltage at this point? Can you tell me the voltage at this point? സർക്യൂട്ട് നോക്കുക. സർക്യൂട്ട് നോക്കിയിട്ട് ആ പോയിന്റിലെ വോൾട്ടേജ് എത്ര ആണെന്ന് പറയുക. Can you tell me the what is voltage at that point? Yes, പറഞ്ഞോളൂ. What is the voltage there? റെസിസ്റ്റന്റ് എഫക്റ്റും വരത്തില്ല സാറേ. ഇല്ല, വോൾട്ടേജ്. ഞാൻ ആ റെസിസ്റ്റൻസിന്റെ വോൾട്ടേജ് അല്ല ഞാൻ പറഞ്ഞത്, ഈ പോയിന്റിലെ വോൾട്ടേജ് ആണ് ഞാൻ പറഞ്ഞത്. അതെ, ഈ പോയിന്റിൽ എത്ര വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റിന്റെ ബേസിലാണെന്ന് പറയുന്നത്. പറയാം. സീറോ. ആരാ പറഞ്ഞത്? സീറോ ആരാ പറഞ്ഞേ? യെസ്, എലേന. യെസ്, ഇതേടെ എങ്ങനെ സീറോ? എലേന പറഞ്ഞ സീറോ എങ്ങനെ വന്നു എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന 0 വോൾട്ട് ആണോ? അതെ, ഇത് ഗ്രൗണ്ട് ആണ്. ഇത് 0 വോൾട്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞു വി ഇൻവെർട്ടിംഗ് വോൾട്ടേജ് ഈക്വൽ ടു വി നോൺ ഇൻവെർട്ടിംഗ് വോൾട്ടേജ് എങ്കിൽ മാത്രമേ നമുക്ക് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ നീഡ് ടു അച്ചീവ് ദിസ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. സോ വി ഇൻവെർട്ടിംഗ്. സോ ഇത് 0 ആണെങ്കിൽ ഈ വോൾട്ടേജും എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. പോയിന്റ് ക്ലിയർ? ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. ഇനി ഞാൻ ഞാനിത് 0 വോൾട്ട് 0 ആയി. ഇനി ഞാൻ ഇവിടെ ഒരു കറണ്ട് ഡയറക്ഷൻ അസ്യൂം ചെയ്യണം. വേണ്ടേ? ഇവിടുന്ന് ഇങ്ങോട്ടൊരു കറണ്ട് പോകുന്നു, അതിനെ ഞാൻ I1 കൊടുക്കുന്നു. ഇങ്ങോട്ടൊരു കറണ്ട് പോകുന്നു, അതിനെ I2 കൊടുക്കുന്നു. ഇങ്ങോട്ടൊരു കറണ്ട് പോകുന്നു, അത് IC എന്ന് പറഞ്ഞു, സർക്യൂട്ടിലോട്ടുള്ള കറണ്ട് അല്ലെങ്കിൽ ഡിവൈസിനകത്തോട്ടുള്ള ID. ഇനി പറഞ്ഞേ ഐഡിയുടെ വാല്യൂ എത്ര ആയിരിക്കും? ഈ കറണ്ടിന്റെ വാല്യൂ എത്ര ആയിരിക്കും? Can you tell me what is the value of this current? 0. Yes, 0. ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പാമിന് അകത്തോട്ട് ഒരു കാരണവശാലും കറണ്ട് പോവില്ല. കാരണം ഈ രണ്ട് വോൾട്ടേജ്, ഈ വോൾട്ടേജും 0 ആണ്. വോൾട്ടേജ് ഡിഫറൻസ് 0 ആണെങ്കിൽ കറണ്ട് ഒരു കാരണവശാലും ഓപ്പാമിന് അകത്തോട്ട് പോവില്ല. ഓപ്പാം ഡസൻ ഡ്രോ കറണ്ട്. ഓപ്പാമിനകത്തോട്ട് ഒരു കാരണവശാലും കറണ്ട് പോവില്ല. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും, ഇത് കറണ്ട്, ഇങ്ങോട്ടുള്ള രണ്ട് കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും I1 പ്ലസ് I2 ഈക്വൽ ടു 0. കിർച്ചോഫ് കറണ്ട് ലോ KCL ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഐ ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് I1 ഈക്വൽ മൈനസ് I2. ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ എഴുതിയത് ക്ലിയർ ആയോ ഇല്ലയോ? Is that clear? Clear ആയോ? ഓക്കെ. ഇനി ഈ I1ന്റെ വാല്യൂ എത്ര, I2ന്റെ വാല്യൂ എത്ര ആണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് വാല്യൂ ഓഫ് I1, വാട്ട് ഈസ് വാല്യൂ ഓഫ് I2? I1ന്റെ വാല്യൂ എന്ന് പറഞ്ഞേ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. സോറി, ഞാൻ അതിനകത്ത് റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. ഇവിടെ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസും ഉണ്ട്, ഇവിടെ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസും കൂടെ ഉണ്ട്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു, RI. കാരണം വോൾട്ടേജ് നമുക്ക് ഡയറക്ട്ലി കൊടുക്കാൻ പറ്റത്തില്ല, റെസിസ്റ്റൻസ് വഴിയേ പറ്റുള്ളൂ. റെസിസ്റ്റൻസ് RI. So tell me the value of I1. What is I1? 0 minus VI divided by. ആ കറന്റ് ഡയറക്ഷൻ നോക്കുക. 0 നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത് കറന്റ് ഡയറക്ഷൻ.
So 0 minus Vi divided by Ri Ri. equal minus of, yes, ഇനി പറഞ്ഞേ I2 ന്റെ വാല്യൂ 0 minus 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ അഗൈൻ 0 മൈനസ് VO. VO അതേ ഈ കറണ്ട് ഈ റെസിസ്റ്റൻസിന്റെ ഈ ഒരു എൻഡിൽ 0യും മറ്റേ എൻഡിൽ V ഔട്ട് ആണ്. സോ 0 മൈനസ് V ഔട്ട് ഡിവൈഡഡ് ബൈ RF. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. റെസിസ്റ്റൻസിന്റെ രണ്ട് എൻഡിലും എന്ത് വോൾട്ടേജ് ആണ് നോക്കുക, കറണ്ട് ഡയറക്ഷൻ നോക്കുക, അതനുസരിച്ചിട്ട് ഇക്വേഷൻ എഴുതുക. ഇൻപുട്ട് കറണ്ട് I1 എടുക്കുമ്പോൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 0 മൈനസ് VI ലാണ് എൻഡ് ചെയ്തേക്കുന്നത്. VI ഡിവൈഡഡ് ബൈ RI. But output considering we will get minus is already there. 0 minus V out divided by RF. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യണം നമ്മൾ. സോ സോൾവ് ചെയ്യുമ്പോൾ I will get minus VI divided by RI equal മൈനസ് പ്ലസ് ആവും V output divided by RF എന്ന് കിട്ടി. So I can state output equal minus RF by RI into VI. Clear or no? Any doubts? Is that clear to you? Sir, clear. Clear. Okay. Now, our equation is, I am stating some conclusions. So I am discussing inverting amplifier. I will draw the circuit once more. Input is given to inverting amplifier. Feedback is maintained. RF, RI is there. This is VI input. ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്രൗണ്ട് ടെർമിനൽ. സോ ഇത് 0. ഇതാണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്. ഇതിനകത്ത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഔട്ട്പുട്ട് ഈക്വൽ മൈനസ് RF by RI into VI. So can you tell me the name of RF by RI? Can you tell me a common name of RF by RI? Gain. Yes. Gain. This is output equal input. Sorry, input into gain. So I can state that RF by RI is gain of the circuit, gain of inverting amplifier. Gain. Then tell me, what is this negative sign indicate? What is this negative sign indicate? Have you noticed that negative sign there? Have you noticed this negative sign? What is this negative sign indicate? 180 degree phase shift. 180 degree phase shift. അല്ലെങ്കിൽ ഞാൻ പറയാൻ നിങ്ങൾ ഒരു നമ്പർ എഴുതിയിട്ട് നിങ്ങൾ നോക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഇൻപുട്ട് കൊടുക്കുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്നതാണ്? Input is here. So what is output? This is input. Gain into input is. So gain ഉണ്ടെങ്കിൽ പക്ഷെ നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ ഇത് ഈ ഇൻപുട്ട് into gain. പക്ഷെ നെഗറ്റീവ് സൈനും ഉണ്ട്. സോ ഐ കൻ സ്റ്റേറ്റ് നെഗറ്റീവ് സൈൻ മീൻസ് പോസിറ്റീവിന്റെ അവിടെ നെഗറ്റീവ് വരണം. ആംപ്ലിഫൈ ചെയ്യണം. So what is the negative sign indicate? This is the output. This is the output. What is that negative sign indicate? Negative sign indicate what? എത്ര ഡിഗ്രിയാ phase shift? 80 degree. Yes, 180 degree phase shift. So negative sign indicate that this is providing a 180 degree phase shift. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടുന്നത്. ഗെയിന്, സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ അനാലിസിസ്, പിന്നെ അതിന്റെ ഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കണം. ഇനി നമ്മൾ നേരത്തെ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. സർക്യൂട്ട് സെയിം തന്നെ. I will connect that circuit with the earlier circuit here. Amplifier ആണ്, അതുകൊണ്ട് ഫീഡ്ബാക്ക് വേണം. ഇതേണ്ട വരച്ചു, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഇനി നിങ്ങൾ പറഞ്ഞേ, ഇതാണ് നമ്മുടെ earlier സർക്യൂട്ട്. ഇനി ഇവിടെ ഏതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം? ഇത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. അന്നേരം നമ്മൾ എവിടെ ഇൻപുട്ട് കൊടുക്കണം, ഏതിനെ ഗ്രൗണ്ട് ചെയ്യണം? ഇത്രയും പറഞ്ഞാൽ പോസിറ്റീവിന്റെ ഇൻപുട്ട് കൊടുക്കണം. പോസിറ്റീവ് ഇൻപുട്ട് ആണ്.
ഏതിനെ ഗ്രൗണ്ട് ചെയ്യണം? നെഗറ്റീവ്. ഇതാണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇനി നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ പറയുക. ഞാൻ അതൊരു ഇതായിട്ട് പറയുന്നു. ഇവിടെ വരുന്ന വോൾട്ടേജിന്റെ പേരെന്ന് പറയാമോ? വാട്ട് ഈസ് വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ്? Can you tell me the voltage at that point? ഇവിടെ വരുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും? ഈ വോൾട്ടേജ് തന്നെയാണ് ഈ വോൾട്ടേജ്. ഇവിടെ വരുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും ഈ പോയിന്റിലെ? യെസ്, ഇത് വി ഐ ആണ്. ഇത് വി ഐ ആണെങ്കിൽ ഈ വോൾട്ടേജ് എത്ര ആയിരിക്കും? വി ഐ. ഇനി ഇങ്ങോട്ട് കറണ്ട് പോകുന്നു, അസ്യൂം ചെയ്യുക I1. ഇങ്ങോട്ട് കറണ്ട് പോകുന്നു, അസ്യൂം ചെയ്യുക I2. ഇവിടുത്തെ കറണ്ട് 0 ആയിരിക്കും. ആണോ? സോ ഐ ക്യാൻ റൈറ്റ് I1 പ്ലസ് I2 ഈക്വൽ 0. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗെയിനിന്റെ ഇക്വേഷൻ പ്രൊവൈഡ്, നേരത്തെ സെയിം അനാലിസിസ് I1 ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ I1 ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? അതും കൂടെ ഒന്ന് എഴുതുക. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് I1 ഹിയർ? Can you tell me what is equation of I1? VI by RI. VI minus 0 divided by RI plus what is equation of I2? Check. VI minus by RF. VI minus 0 VI minus V0 by RF equal to 0. ഇതിനകത്ത് നിങ്ങൾക്ക് ഗെയിൻ വേണ്ട, ഗെയിനും വേണം, പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേണം. കാൽക്കുലേറ്റ് ചെയ്യാലോ, ഡിഫിക്കൽട്ടി ഇല്ലെന്നുള്ളതാണ്. സിംപിളി മാത്സ് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യുക, ഗെയിനും ഔട്ട്പുട്ട് വോൾട്ടേജും ഡിഫൈൻ ചെയ്യുക. ക്ലിയർ? ഓക്കെ ഓക്കെ. ഞാൻ നോട്ട്സും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ നോട്ട്സും കൂടെ ഞാൻ ഓപ്പാമിന്റെ ബേസിക് നോട്ട്സും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ 2 സർക്യൂട്ട് നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഐ വിൽ വൈൻഡ് അപ്പ് ദിസ് ടുഡേസ് ക്ലാസ്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തായിരുന്നോ? അറ്റൻഡൻസ് മാർക്ക് ചെയ്തു. ഓക്കെ ഓക്കെ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.